40 ദിവസത്തിൻ്റെ അടുത്തേക്കാണ് എന്താണ് ഈ കേസ് എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുന്നത്. എന്നാലും ഒന്നും നമുക്ക് പ്രശ്നമില്ല. ഞാൻ ആദ്യത്തെ 50 ഉണ്ടാവും എന്നൊരു ബോധ്യത്തോടു കൂടി നിങ്ങൾ ഞങ്ങളുടെ കൂടെ പഠിക്കാനിരിക്കുമെങ്കിൽ ആണ്. അപ്പോൾ അത്രക്കും ഡീപ്പായിട്ടുള്ള എനിക്ക് ഈ ജോലി കിട്ടിയേ മതിയാവും, എനിക്ക് ടീച്ചിങ് എൻ്റെ പാഷനാണ് എന്നുള്ള ഒരാളുണ്ടെങ്കിൽ മാത്രമേ എന്താവുള്ളൂ ഇതിൻ്റെ പിന്നാലെ പോയിട്ട് എനിക്ക് കാര്യമുള്ളൂ. വന്നിട്ടുള്ളൊരു ചാനൽ കൂടിയാണ്. അപ്പോൾ ലേൺലിയുടെ എല്ലാ ഫിസിക്കൽ സയൻസും ആയിക്കോട്ടെ, മാത്തമാറ്റിക്സ് ആയിക്കോട്ടെ, സോഷ്യൽ സയൻസ് ആയിക്കോട്ടെ, ഏതിൻ്റെയും ലേൺലിയുടെ റെക്കോർഡഡ് ആയിട്ടുള്ള ഫ്രീ ക്ലാസ്സുകൾ എന്നാണ് നിങ്ങൾക്ക് HSAക്ക് വേണ്ടിയിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ HSA ഫിസിക്കൽ സയൻസുമായിട്ടുള്ള നിങ്ങളുടെ ഡൗട്ടുകൾ ഹലോ അപ്പോൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നമ്മുടെ ഡിഗ്രി ഗ്രൂപ്പിലായിക്കോട്ടെ, PG ഗ്രൂപ്പിലായിക്കോട്ടെ, BEd ഗ്രൂപ്പിലായിക്കോട്ടെ, എവിടെയും ചർച്ച HSA ഫിസിക്കൽ സയൻസ് എന്ന് വിളിക്കും, ഇനി HSA ഫിസിക്കൽ സയൻസ് വിളിക്കൂ, അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ ലയനം എന്ന് നടക്കും. ഈ 3 കാര്യങ്ങളാണ് ഏകദേശം 2-3 മാസമായിട്ട് നമ്മളെപ്പോൾ വാട്സപ്പ് തുറന്നു നോക്കിയാലും കാണുന്നത്. എന്താണ് ഈ ചർച്ചയാണ്. അപ്പോൾ ഇതിനൊരു അവസാനം വേണം അല്ലേ? ഇതിനൊരു അവസാനം മീൻസ് എന്താണ്? ഇതിന് നിങ്ങൾക്കൊരു ക്ലാരിഫിക്കേഷൻ തരണം എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ലേൺലിയുടെ പ്ലാറ്റ്ഫോമിലൂടെ ഞാൻ എന്താക്കുന്നത് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത്. HSA ഫിസിക്കൽ സയൻസ് നാം അറിഞ്ഞതും അറിയേണ്ടതും അറിയാനുള്ളത്. ഈ സബ്ജക്റ്റിൻ്റെ ഇഷ്യൂ കറക്റ്റ് പഠിച്ച് ആധികാരികമായിട്ട് തന്നെയാണ് എന്താണത് നിങ്ങളെ മുന്നിലേക്ക് ഈ വീഡിയോ ആയിട്ട് വരുന്നത്. നിങ്ങൾക്കിത് നഷ്ടമാവില്ല. നിങ്ങൾ ഫിസിക്സോ കെമിസ്ട്രിയോ പഠിച്ച് BEd ഉള്ള ഒരു ബിരുദധാരിയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ എന്താവില്ല, നിങ്ങൾക്ക് നഷ്ടം വരില്ല എന്നെന്താണ് ഞാൻ ഉറപ്പ് പറയാം. ഓക്കെ, അപ്പോൾ ലേൺലിയെ വെച്ച് പറയാം, ലേൺലി എന്നുള്ള പ്ലാറ്റ്ഫോമിനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി ടെലിഗ്രാമൊക്കെ യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ ടെലിഗ്രാമിൽ HSA ഫിസിക്കൽ സയൻസ്, നാച്ചുറൽ സയൻസ്, അതേപോലെ തന്നെ സോഷ്യൽ സയൻസ്, മാത്തമാറ്റിക്സ് ഇതിനൊക്കെ വേണ്ടിയിട്ട് പുതുതായിട്ട് വന്നിട്ടുള്ളൊരു ചാനൽ കൂടിയാണ്. അപ്പോൾ ലേൺലിയുടെ എല്ലാ ഫിസിക്കൽ സയൻസും ആയിക്കോട്ടെ, മാത്തമാറ്റിക്സ് ആയിക്കോട്ടെ, സോഷ്യൽ സയൻസ് ആയിക്കോട്ടെ, ഏതിൻ്റെയും ലേൺലിയുടെ റെക്കോർഡഡ് ആയിട്ടുള്ള ഫ്രീ ക്ലാസ്സുകൾ എന്നാണ് നിങ്ങൾക്ക് HSAക്ക് വേണ്ടിയിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ HSA ഫിസിക്കൽ സയൻസുമായിട്ടുള്ള നിങ്ങളുടെ ഡൗട്ടുകൾ തീർക്കണമെന്നൊരു ഉദ്ദേശത്തോടു കൂടി എന്താക്കാണ് നമ്മൾ ഈ സെഷനിലോട്ട് കടക്കുകയാണ്. HSA ഫിസിക്കൽ സയൻസ് നാം അറിഞ്ഞതും അറിയേണ്ടതും അറിയാനുള്ളതും. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ 1-2 ദിവസമായിട്ട് നമ്മൾ പത്രത്തിൽ കണ്ട ഒരു കട്ടിങ്സാണിത്. ഹൈസ്കൂൾ വിഭാഗം ഇനിയില്ല, ഹയർ സെക്കൻഡറി മാത്രം. ഓക്കെ, അപ്പോൾ ഈ കട്ടിങ്ങിനെ പറ്റിയിട്ട് ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട് ഇല്ലേ? നമ്മളെ മന്ത്രിസഭ എന്താണ് ഈ ഒരു ബില്ലിനെ പറ്റിയിട്ട് എന്താണ് ചർച്ച ചെയ്തിട്ടുണ്ട്. നമ്മളെ ഗവൺമെൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ എന്താണ് സംബന്ധിച്ചിടത്തോളം ഈ ഒരു ലയനം ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും ഒന്നാക്കുന്നതോടെ ഗവൺമെൻറ്റിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള ചിലവ് എന്താക്കാൻ പറ്റും, ചുരുക്കാൻ പറ്റും അല്ലേ? ടീച്ചേഴ്സിൻ്റെ എണ്ണം ഒരുപാട് കുറയും. അപ്പോൾ നമ്മുടെ എന്നെ പോലത്തെ നിങ്ങളായിട്ടുള്ള ബിരുദധാരികൾക്ക് എന്താണ് ഈ ഒരു ലയനം നമ്മളെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ് നമ്മളൊരു BEd PG ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ടീച്ചിങ് പ്രൊഫഷനിലേക്ക് ജോലി നോക്കുന്ന ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം എന്താണ് അയാളുടെ അവസരങ്ങൾ കുറയാണ്. ഓക്കെ, അപ്പോൾ ചില ഉദ്യോഗാർത്ഥികൾക്ക് ഇതെന്തായിട്ട് വരാം, മെച്ചപ്പെട്ട രീതിയിൽ മെച്ചപ്പെട്ട ചില അവസരങ്ങൾ തുറന്ന് കാണിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ജനറലായിട്ട് പറയുകയാണെങ്കിൽ ഹൈസ്കൂള് ഹയർ സെക്കൻഡറി ലയനം ഉദ്യോഗാർത്ഥികൾക്ക് എന്താണ് അവസരങ്ങൾ കുറയാണ്. അതേസമയം നമ്മുടെ ഗവൺമെൻറ്റിന് ഇതൊരു ചെലവ് ചുരുക്കൽ പരിപാടി കൂടിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വാട്സപ്പിലൊക്കെ കാണുന്നുണ്ട് ഇനി HSA ഫിസിക്കൽ സയൻസ് വിളിക്കില്ല, 2030 ഇനി വിളിക്കാനുള്ള HSA മീൻസ് SST എന്നുള്ള പുതിയ പോസ്റ്റിൽ 2030 മാത്രമേ വിളിക്കാൻ ചാൻസ് ഉള്ളൂ എന്നൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മളെന്താക്കാണ് ആധികാരികമായിട്ട് മറുപടി പറയുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ലേൺലിയെ സംബന്ധിച്ചിടത്തോളം ഇതിനെന്താണ് കൃത്യമായിട്ടൊരു ഉത്തരം നമുക്ക് പറയാൻ പറ്റൂല. ഓക്കെ, പല അഭ്യൂഹങ്ങൾ പരത്തുന്നുണ്ടെങ്കിലും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, HSA ഫിസിക്കൽ സയൻസിൻ്റെ നിലവിലുള്ള സിലബസ് വെച്ചിട്ട് നമ്മൾ കുറച്ചും കൂടി ഹയർ ലെവലിലോട്ടേക്ക്, നിലവിലുള്ള സിലബസ് മാത്രമല്ല കുറച്ചും കൂടി ഹയർ ലെവലിലേക്ക് നമ്മൾ കാര്യങ്ങൾ നോക്കിയിട്ട് എന്താണ് പഠിച്ചു തുടങ്ങുകയാണ്. എന്ന് വിളിക്കുന്നോ അന്ന് നമ്മൾ പ്രിപ്പയർ ആയിരിക്കണം എന്ന ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ എന്താക്കുന്നത് ലേൺലി HSA ഫിസിക്കൽ സയൻസ് എന്നൊരു കോഴ്സ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന് കൃത്യമായ മറുപടി പറയാൻ പറ്റൂല. എന്താണ് നമുക്ക് അവസാനത്തെ വാക്ക് നമ്മളെ ഗവൺമെൻറ്റാണ്.
ഓക്കെ, അപ്പോൾ പല അഭ്യൂഹങ്ങൾ നിങ്ങൾ വാട്സപ്പിലും മീഡിയാസിലും സോഷ്യൽ മീഡിയാസിലൊക്കെ കാണുന്നുണ്ടാവും. അതിൻ്റെ പിന്നാലെയൊന്നും പോവാത്തത് ഇനി ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും ലയനം നടന്നാലും നിയമനം എനിക്ക് കിട്ടണം, അല്ലെങ്കിൽ ആ പോസ്റ്റ് ഞാൻ നേടിയെടുക്കുന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാക്സിമം ഡിഗ്രി വരെയുള്ള കാര്യങ്ങൾ 1 by 1 ആയിട്ട് പഠിക്കുക. ഓക്കെ, CRTൻ്റെ ടെസ്റ്റ് നമ്മൾ എന്താക്കും, മരിച്ച് പൊറുക്കും. അതേപോലെ ഹയർ സെക്കൻഡറി +1 +2 ഫിസിക്സും കെമിസ്ട്രിയും നമ്മൾ ഡീറ്റെയിൽഡായിട്ട് പഠിക്കും അപ് ടു ഡിഗ്രി ലെവൽ. ഡിഗ്രി ലെവലിലെ കാര്യങ്ങൾ എന്താക്കും, നമ്മൾ പഠിക്കും. ബാക്കി ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ PG ലെവൽ സാധനങ്ങൾ വേണ്ട ആവശ്യമുണ്ടോ, ഈ ഹയർ സെക്കൻഡറി ലയനം കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഈ കോഴ്സിൻ്റെ HSIയുടെ സിലബസിൽ വരുന്ന മാറ്റം, അതൊക്കെ നോക്കിയിട്ടേ ബാക്കി കാര്യങ്ങൾ നമ്മൾ പറയുന്നുള്ളൂ. അപ്പോൾ പ്രിലിമിനറി ആയിട്ട് നമ്മൾ ഡിഗ്രി ലെവലുള്ള കാര്യങ്ങൾ എന്താക്കാണ്, വൃത്തിക്കങ്ങ് പഠിക്കാൻ പോവാണ്. ഓക്കെ, കഴിഞ്ഞ HSI ഫിസിക്കൽ സയൻസിൻ്റെ ക്വാളിഫിക്കേഷനാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ആ ക്വാളിഫിക്കേഷനിൽ പറയുന്നൊരു കാര്യമുണ്ട് അല്ലേ, ഫിസിക്സ് പഠിച്ചവർ സബ്ബായിട്ട് കെമിസ്ട്രി പഠിക്കണം, കെമിസ്ട്രി പഠിച്ചവർ സബ്ബായിട്ട് എന്ത് പഠിക്കണം, ഫിസിക്സ് പഠിക്കണം. ഈ ഒരു കാര്യത്തിലാണ് നമ്മൾ കോടതിയിലേക്ക് കേസ് പോകുന്നതും ആ കേസിന് ഇതുവരെ ഫൈനലായിട്ട് ഒരു വിധി വരാത്തതാണ് HSI ഫിസിക്കൽ സയൻസിന് എന്താണ് നോട്ടിഫിക്കേഷൻ ഇടാത്തതിൻ്റെ കാരണമായിട്ട് നമ്മൾ ഗവൺമെൻറ് മുന്നോട്ട് വെക്കുന്നത് അല്ലേ. ആക്ച്വലി നമുക്ക് പാര വെച്ചത് നമ്മൾ തന്നെയാണ്. നമ്മൾ തമ്മിൽ തല്ലി കാര്യം കിട്ടിയതായിരിക്കാണ് ഗവൺമെൻറ്റിനാണ്. ഗവൺമെൻറ് നിലവിൽ നോട്ടിഫിക്കേഷൻ ഇടേണ്ട ആവശ്യമില്ല. ഗസ്റ്റ് ടീച്ചേഴ്സിനെ വെച്ചിട്ട് ഗവൺമെൻറ് എന്താണ് ഈ കാര്യം ഇങ്ങനെ മുന്നോട്ടേക്ക് ഓടിക്കുകയാണ്. ഗവൺമെൻറ് നിലവിൽ എന്താകുന്നുണ്ട്, സാമ്പത്തികമായിട്ട് പല ബുദ്ധിമുട്ടും ഉണ്ട്. ആ ഒരു കാര്യവും അവർ മുന്നിൽ കാണുന്നുണ്ട്. അപ്പോൾ എന്താക്കാണ്, HSI ഫിസിക്കൽ സയൻസ് നോട്ടിഫിക്കേഷൻ വരാതിരിക്കാനുള്ള കാരണം നമ്മൾ തന്നെയായിരുന്നു. നമ്മൾ ഒരു കേസ് നടത്തുകയാണ്, ആ കേസിൻ്റെ പിന്നാലെ നമ്മൾ ഓടിക്കൊണ്ടിരുന്നത് കൊണ്ടാണ് HSI ഫിസിക്കൽ സയൻസിന് ഇതുവരെ ഫൈനലായിട്ട് 2016 ശേഷം 8 വർഷമായി ഇതുവരെ HSI ഫിസിക്കൽ സയൻസ് വിളിക്കാതിരുന്നതിൻ്റെ റീസൺ അല്ലേ. ഇനി എന്ന് ഞങ്ങൾ ഉറപ്പ് പറയുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 2020 PG പഠിക്കുന്ന സമയത്ത് HSI ഫിസിക്കൽ സയൻസ് അടുത്ത മാസം വിളിക്കും. HSI ഫിസിക്കൽ സയൻസ് 6 മാസത്തിന് ശേഷം 4 മാസത്തിന് ശേഷം എന്ന് പറഞ്ഞിട്ട് പല യൂട്യൂബിലെ പ്രമുഖ ചാനലിലും നമ്മൾ എന്തായിട്ടുണ്ട്, വീഡിയോ കണ്ടിട്ടുണ്ട്. അങ്ങനെയൊന്നും ഞങ്ങൾ പറയുന്നില്ല. എപ്പോൾ വിധി വരുന്നോ അതിന് ശേഷം മാത്രമേ HSI ഫിസിക്കൽ സയൻസ് വിളിക്കാൻ ചാൻസ് ഉള്ളൂ ഇല്ലേ. നമുക്കറിയാം കഴിഞ്ഞ ലാസ്റ്റ് കേസിൻ്റെ സ്റ്റാറ്റസ് എന്താ, 1 മാസം കൂടി കേസ് മുന്നോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്ന് വിളിക്കുന്നതിന് ഞങ്ങൾ എന്തായില്ല, കൃത്യമായിട്ടൊരു ആൻസർ പറയുന്നില്ല. ഒരു ചോദ്യത്തിന് കൃത്യമായിട്ട് നമുക്ക് ഉത്തരം പറയാൻ പറ്റില്ല. ആ ഒരു ചോദ്യം നിങ്ങൾ എന്താക്കുക, ചോദിച്ചു കൊണ്ടേയിരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇല്ല, ഇത് നമ്മൾ എന്താക്കുകയാണ്, ഇനിയിപ്പോൾ ലയനം നടക്കുകയാണെങ്കിൽ HSIയും HSSTയും ലയനം നടക്കുകയാണെങ്കിൽ മിനിമം സെറ്റ് ക്വാളിഫിക്കേഷൻ വേണം. അത് ബേസിക് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ. ഹയർ സെക്കൻഡറിയിൽ ഒരാൾക്ക് പഠിപ്പിക്കണം എന്താണ്, മിനിമം സെറ്റ് ക്വാളിഫിക്കേഷൻ വരണം. അപ്പം നമ്മൾ അഡ്വൈസായിട്ട് പറയുകയാണ്, ഇപ്പോൾ BScയും B.Edും കഴിഞ്ഞിട്ട് HSI മാത്രം ഫോക്കസ് ചെയ്യുന്ന മക്കളാണ്, ഉദ്യോഗാർത്ഥികളാണെങ്കിൽ എങ്ങനെയെങ്കിലും എന്താണ് ഫിസിക്സ് ആണോ കെമിസ്ട്രി ആണോ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ എന്തെടുക്കുക. നിങ്ങൾ ഡിഗ്രിക്ക് മെയിനായിട്ട് ഏത് സബ്ജക്റ്റാണോ പഠിച്ചത് ആ സബ്ജക്റ്റിൽ എന്തെടുക്കുക, PGയും സെറ്റും പെട്ടെന്ന് ക്വാളിഫൈ ചെയ്യാം. ഓക്കെ, അതേ നമ്മുടെ മുന്നിൽ എന്തുള്ളൂ, വഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ അവസാനമായിട്ട് നമ്മൾ കാണുന്ന എന്താണ്, നമ്മളെ HSI ഫിസിക്കൽ സയൻസ് കേസ് കോർട്ടിലുള്ള കേസിൻ്റെ ലാസ്റ്റ് സ്റ്റാറ്റസാണ്. നോക്കിയേ, 23/7 കഴിഞ്ഞ ആഴ്ച വിളിച്ച, അതായത് 2 ദിവസം മുമ്പിട്ട് വിളിച്ച കോടതിയിലെടുത്ത ഫിസിക്കൽ സയൻസിൻ്റെ കേസ് എന്താണ്, അടുത്ത മാസം ലാസ്റ്റിലേക്കാണ് എന്താക്കുന്നത്, എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ആക്ച്വലി എത്ര ദിവസത്തേക്കാണ്, ഏകദേശം ഒരു 40 ദിവസത്തിൻ്റെ അടുത്തേക്കാണ് എന്താണ് ഈ കേസ് എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുന്നത് അല്ലേ. അപ്പോൾ എന്ന് വരും ഇതിൻ്റെ ഫൈനൽ വിധി. ആ ഫൈനൽ വിധി വന്നാൽ മാത്രമേ നമുക്ക് എന്താക്കുള്ളൂ, HSI ഫിസിക്കൽ സയൻസ് ഗവൺമെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷനെ പറ്റി സംസാരിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് വെറുതെ ഉടായിപ്പായിട്ട് അടുത്ത മാസം വരും, 6 മാസം കഴിഞ്ഞിട്ട് വരും, അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞിട്ട് വരും എന്താണെന്നില്ല ഞങ്ങൾ നിങ്ങളോട് പറയുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മളെ കേസ് എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. 8-ാം മാസം 27-ാം തീയതിയിലേക്കാണ് നമ്മൾ എന്താക്കുന്നത്, കേസ് അവർ എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് അല്ലേ. അവസാനം വിളിച്ച 23/7/2024 ആ കേസ് എടുത്തിട്ടില്ല. ആ നേരെ എക്സ്റ്റെൻഡ് ചെയ്ത് എങ്ങോട്ടേക്കാണ്, 27/8/2024 അങ്ങനെയും ലാഗടിച്ച് പോകുന്ന HSI ഫിസിക്കൽ സയൻസിൻ്റെ കേസിന് എന്ന് ഫൈനൽ വിധി വരും. നമുക്ക് വേണ്ടിയിട്ട് നാം തന്നെയാണ് ഈ എന്താക്കിയിട്ടുള്ളത്, ഈ ചതിക്കുഴി എടുത്തത് അല്ലേ. ഞാൻ ആരും കുറ്റപ്പെടുത്തുന്നില്ല. ഞാൻ ഫിസിക്സ് പഠിച്ച ആളാണ്, എൻ്റെ സബ് കെമിസ്ട്രിയാണ്.
ഓക്കെ. അപ്പോൾ എന്താക്കാം, നിങ്ങൾക്കിപ്പോൾ സംശയം ഉണ്ടാവും ഞാൻ കമ്പ്യൂട്ടർ സയൻസോ സ്റ്റാറ്റിയോ സബുള്ള ഒരാളായിരിക്കും. ഞാൻ അങ്ങനത്തെ ഒരാളൊന്നുമല്ല. ഞാൻ കമ്പ്യൂട്ടർ BSc ഫിസിക്സ് പഠിച്ചതാണ്, കെമിസ്ട്രി സബ്ബാണ്. ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താക്കാം അടുത്ത സ്ലൈഡിലോട്ടേക്ക് പോവാം. എന്താണ് അടുത്ത സ്ലൈഡിൽ നോക്കാം. അപ്പോൾ HSC ഫിസിക്കൽ സയൻസിൻ്റെ വിധി എത്രയും പെട്ടെന്ന് വരട്ടെ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫൈനൽ വിധി വന്നിട്ട് ഗവൺമെൻറ് എത്രയും പെട്ടെന്നൊരു പുതിയൊരു വിജ്ഞാപനം അല്ലെങ്കിൽ എന്താണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ ഇറക്കട്ടെ, നമുക്ക് എന്താക്കാം പ്രാർത്ഥിക്കാം. ലാസ്റ്റ് ഇല്ലേ, നമ്മളിപ്പോൾ ഗവൺമെൻറ് തലത്തിൽ നോക്കുകയാണെങ്കിൽ നിലവിൽ HSCക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും 15,967 ടീച്ചേഴ്സ് ഉണ്ട് നിലവിൽ. വേക്കൻസി അല്ലേ, നിലവിൽ ഗവൺമെൻറ് തലത്തിൽ 15,967 ടീച്ചേഴ്സ് ഉണ്ട്. അതേപോലെ HSSൻ്റെ ഹയർ സെക്കൻഡറി ലെവലിലാണെങ്കിലോ 13,965 ടീച്ചേഴ്സ് ഉണ്ട് അല്ലേ. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്, ഇത് കേരളത്തിലെ ടോട്ടൽ ടീച്ചേഴ്സിൻ്റെ ഗവൺമെൻറ് തലത്തിലുള്ള ടീച്ചേഴ്സിൻ്റെ എണ്ണമാണ്. അപ്പോൾ ഇത് ലയനം നടക്കുന്നതോടുകൂടെ ഓക്കെ ഈ വാക്കൻസികളുടെ എണ്ണം കുറയും. നിലവിൽ തന്നെ വാക്കൻസി അതിൻ്റെ 10%, അതായത് നമ്മളിപ്പോൾ എന്തൊക്കെയാണ് ഫിസിക്കൽ സയൻസ്, സോഷ്യൽ സയൻസ്, മാത്തമാറ്റിക്സ് എല്ലാ ടീച്ചേഴ്സിൻ്റെ എണ്ണമാണ് ഗവൺമെൻറ് തലത്തിൽ. അതിൽ തന്നെ ഫിസിക്കൽ സയൻസ് ടീച്ചേഴ്സിൻ്റെ എണ്ണം 10% താഴെ ഉണ്ടാവുള്ളൂ. ഓക്കെ. ആ 10% തന്നെ എത്ര വാക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും? എത്ര പേര് ഇപ്പം നിലവിൽ സർവീസിൽ എത്ര വാക്കൻസി ഉണ്ടാവും? ഈ രണ്ട് HSSഉം HSSTയും ക്ലബ് ചെയ്യുന്നത് കൂടെ അല്ലെങ്കിൽ എന്താക്കാണ് ലയിപ്പിക്കുന്നത് കൂടെ നിലവിൽ എത്ര വാക്കൻസി വരും? അതൊക്കെ നമ്മളുടെ മുന്നിലെ ചോദ്യചിഹ്നമാണ്. അപ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്, നിങ്ങൾ HSC ഫിസിക്കൽ സയൻസിന് അല്ലെങ്കിൽ HSST ഫിസിക്കൽ സയൻസിന് പ്രിപ്പയർ ചെയ്യുന്ന ആളാണെങ്കിൽ നല്ല രീതിയിൽ കൺസെപ്റ്റ് കൃത്യം മനസ്സിലാക്കിയിട്ട് ഡീപ്പായിട്ടുള്ള രീതിയിൽ പഠിച്ച് ആദ്യത്തെ 50 ഞാൻ എത്തും എന്നൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം ഇതിൻ്റെ പിന്നിലിരിക്കാം. അത്രക്കും വാക്കൻസി കുറയാൻ പോവാണ്. അപ്പോൾ അത്രക്കും ഡീപ്പായിട്ടുള്ള എനിക്ക് ഈ ജോലി കിട്ടിയേ മതിയാവും, എനിക്ക് ടീച്ചിങ് എൻ്റെ പാഷനാണ് എന്നുള്ള ഒരാളുണ്ടെങ്കിൽ മാത്രമേ എന്താവുള്ളൂ ഇതിൻ്റെ പിന്നാലെ പോയിട്ട് എനിക്ക് കാര്യമുള്ളൂ അല്ലേ. നിലവിലെ വാക്കൻസി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന വാക്കൻസി വളരെ കുറവാണ്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ പഠിക്കാൻ ഞങ്ങളെ കൂടെ നിൽക്കുമെങ്കിൽ ഇല്ലേ, വെറുതെ ലേൺലിയിൽ അഡ്മിഷൻ എടുത്തിട്ട് കാര്യമില്ല. നിങ്ങൾ എനിക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റും, ഞാൻ അതിൻ്റെ പിന്നാലെ നടക്കുന്നുള്ള ബോധം ഉണ്ടെങ്കിൽ നിങ്ങൾ ലേൺലിയിൽ ജോയിൻ ചെയ്താൽ ഞങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ടാവും, ഉറപ്പാണ്. ഓക്കെ. അല്ലാതെ ലേൺലിയിൽ അഡ്മിഷൻ എടുത്ത് ആഴ്ചയിൽ 1 അല്ലെങ്കിൽ എന്താണ് മാസത്തിൽ 2 വീഡിയോ കണ്ടിട്ട് കാര്യമില്ല. ഡെയിലി അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മളിതിൻ്റെ പിന്നാലെ ഓടുകയാണെങ്കിൽ, പിന്നാലെ നടക്കുകയാണെങ്കിൽ എനിക്ക് HSC ഫിസിക്കൽ സയൻസ് അല്ലെങ്കിൽ എനിക്ക് സെക്കൻഡറി ലെവലിൽ ടീച്ചറായേ മതിയാവുന്നുള്ളൊരു ബോധം ഉണ്ടായിട്ട് അത്രയും ആത്മാർത്ഥതയിൽ നിങ്ങൾ ഞങ്ങളെ കൂടെ കൂടുകയാണെങ്കിൽ എന്താണ് ഞാൻ ഉറപ്പ് തരുന്നു, എന്താണ് നിങ്ങൾ അടുത്ത HSC ആണോ സെക്കൻഡറി ആണോ ഏത് ലെവലിലാണോ എക്സാം വരുന്നത് ആ റാങ്ക് ലിസ്റ്റിൽ നിങ്ങളെ ഞങ്ങൾ എത്തിക്കും. ഓക്കെ. അപ്പോൾ ഫൈനലായിട്ട് നമ്മൾ എന്താക്കാണ് പല ന്യൂസ് പേപ്പറിലും പല റീഡിങ്ങുകളും പല ആർട്ടിക്കിളും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അവസാനമായിട്ട് എന്താണ് ഞാൻ ഇപ്പോൾ അടുത്ത് കണ്ടൊരു ന്യൂസ് പേപ്പർ കട്ടിങ് ഇവിടെ കൊടുത്താണ്, ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും ഒന്നാവും. ഒഫീഷ്യലി എന്താണ് ഇതിൻ്റെ പ്രതിപക്ഷ സംഘടനകളുടെ എതിർപ്പൊക്കെ ഉണ്ട്. എന്തായാലും ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് നമ്മളെ ഗവൺമെൻറ് എന്താക്കും നടപ്പിലാക്കിയിരിക്കും. ഓക്കെ. അതുകൊണ്ട് ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കിയാലും ഇനി നിലവിലുള്ള രീതിയിൽ HSC മുന്നോട്ട് പോയാലും ഒന്നും നമുക്ക് പ്രശ്നമില്ല. ഞാൻ ആദ്യത്തെ 50 ഉണ്ടാവും എന്നൊരു ബോധ്യത്തോടു കൂടി നിങ്ങൾ ഞങ്ങളെ കൂടെ പഠിക്കാനിരിക്കുമെങ്കിൽ നമുക്കെന്താക്കാം അടുത്ത റാങ്ക് ലിസ്റ്റിലേക്ക് കയറാം. ഓക്കെ. അത്രേ ഇപ്പോൾ പറയുന്നുള്ളൂ. ബാക്കിയുള്ള സിലബസും നമ്മുടെ റെക്കോർഡഡ് ക്ലാസ്സൊക്കെ നിങ്ങൾക്ക് എന്താക്കാം അടുത്ത സെഷനിലോട്ടേക്ക് കാണാം. അപ്പോൾ വൃത്തിക്ക് പഠിക്കുക എന്നുള്ള എന്താണ് ആ ഒരു ഉപദേശത്തോടു കൂടി എന്താണ് നിങ്ങൾ ഞങ്ങളെ കൂടെ നിൽക്കണം എന്നുള്ള ഒരു അപേക്ഷയായിട്ടൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഞങ്ങളെ കൂടെ നിൽക്കുക എന്നുള്ള ഒരു അഡ്വൈസ് കൂടി തന്നിട്ട് എന്താക്കാണ് ഞാൻ ഈ സെഷൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ എന്താക്കാണ് ഈ HSC ഫിസിക്കൽ സയൻസിൻ്റെ സിലബസ് കീറി മുറിച്ച് അനലൈസ് ചെയ്യും. ഓക്കെ. ഇവിടെ നിന്നൊക്കെ നിലവിലുള്ള സിലബസാണ്. ഓക്കെ. നിലവിൽ കഴിഞ്ഞ നോട്ടിഫിക്കേഷനിൽ വന്ന സിലബസേ നമ്മളിപ്പോൾ എന്താക്കുന്നുള്ളൂ അനലൈസ് ചെയ്യാൻ പോകുന്നുള്ളൂ. ഇനി എന്താക്കാണ് അടുത്ത പുതിയ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ സിലബസിൽ മാറ്റം ഉണ്ടാവാൻ ചാൻസ് ഉണ്ടാവും, ചിലപ്പോൾ മാറ്റം ഉണ്ടാവില്ല. അങ്ങനെ വരികയാണെങ്കിൽ ആ ലെവലിൽ ആ ടൈമിൽ നമ്മൾ എന്താക്കും ആ സിലബസിനെ അനലൈസ് ചെയ്തിട്ട് നമ്മളെ ക്ലാസ്സുകളായിട്ട് മുന്നോട്ടേക്ക് പോകും. അപ്പോൾ നിലവിൽ
നമ്മുടെ ഓൾറെഡി കഴിഞ്ഞ നോട്ടിഫിക്കേഷനിൽ HSC ഫിസിക്കൽ സയൻസിൻ്റെ സിലബസുമായിട്ടാണ് നമ്മൾ ക്ലാസ് മുന്നോട്ടേക്ക് പോകുന്നത്. കൂടാതെ എന്താണ് HSSTൻ്റെ ലെവലിൽ HSST ആ PG ലെവലിൽ പോകുന്നില്ല. HSSTയിൽ തന്നെ എന്താക്കാണ് ഡിഗ്രി ലെവൽ അല്ലെങ്കിൽ +2 ലെവലുള്ള സെഷനൊക്കെ നമ്മൾ എന്താക്കുന്നത് ഇതിലേക്ക് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്, എടുക്കുന്നുണ്ട്. കാരണം എന്താണ്, എന്തായാലും കുറച്ചും കൂടി ഹയർ ലെവലിലേക്ക് സാധനം പോകാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ BSc ഫിസിക്സ് കെമിസ്ട്രി ആ ക്വാളിഫിക്കേഷനിൽ വരുന്ന നമ്മളെ ഫിംഗർ പ്രിൻറ്റ് സെർച്ചറിൻ്റെ എക്സാം ഉണ്ട്. അതേപോലെ തന്നെ ഉണ്ട് ലീഗൽ മെട്രോളജി ഉണ്ട്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസൊക്കെ അനലൈസ് ചെയ്തിട്ട് എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരുന്നു ഇല്ലേ. നമ്മളെ കെമിസ്ട്രീനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, കെമിസ്ട്രി കുറേ എക്സാമ്പിൾ ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. നിങ്ങൾ എത്ര കൺസെപ്റ്റ് പഠിച്ചാലും ചില എക്സാമ്പിൾ നമ്മളെ മനസ്സിലില്ലെങ്കിൽ എന്താണ് മാർക്ക് പോകുന്ന സിറ്റുവേഷൻ നമ്മൾ പല എക്സാമിലും കണ്ടതാണ് BSc കെമിസ്ട്രി ക്വാളിഫിക്കേഷൻ വരുന്നത്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചാണ് നമ്മളെ കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ പഠിക്കും, ഞാൻ ക്രാക്ക് ചെയ്യും എന്നുള്ള ഉദ്ദേശം ഉണ്ടെങ്കിൽ നിങ്ങൾ ലേൺലിയുടെ കൂടെ വരി, ഞങ്ങൾ എന്താക്കും, നിങ്ങളെ സർവീസിൽ എത്തിക്കുന്നതിനുള്ള ഒരു ഉറപ്പ് ഇവിടെ തരികയാണ് അല്ലേ. വെറുതെ വന്നിട്ട് കാര്യമില്ല, എനിക്ക് പഠിക്കണം, ഞാൻ സർവീസ് കയറും എന്നുള്ളൊരു ബോധം ഉണ്ടെങ്കിൽ മാത്രം ഞങ്ങളെ കൂടെ വരും. ഓക്കെ.